ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷം പിന്നെ ഒരു വ്ളോഗ് കൊണ്ട് വന്നിക്കാണ്. നിൻ്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പം രാവിലെ തന്നെ നമ്മൾ കുളിച്ച് മാറ്റാനുള്ള പ്ലാനിലാണ്. കുളിച്ച് സെറ്റപ്പായി. നമ്മളെ കുപ്പായം ഉമ്മ തോരിട്ടിക്കണ് തേച്ചാണ്ട്. അപ്പോൾ നമ്മൾ കുപ്പായൊക്കെ മാറ്റി സെറ്റായില്ലേ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റായി. അവരൊക്കെ ബർത്ത്ഡേ വിളിച്ചിനി. അപ്പോൾ ഓലെ കാത്തിക്കാണ്. അപ്പം നമ്മളെ ഹാഷിമി നമുക്ക് ഒരു അടിപൊളി സാധനം താങ്ക്സ്ടാ. ഒരു വാച്ച് വാങ്ങി നമ്മളെ ഹാഷിമി വന്നപ്പോൾ ഓടുന്നാണ്. അപ്പം ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോപ്പോ ഗായ്സ്, ഹാഷിമിൻ്റെ വക ജോർജാൻ്റെ ഒരു പെർഫ്യൂം കിട്ടി നമുക്ക്. അപ്പം പെർഫ്യൂം ഞാനൊന്ന് വാങ്ങണമെന്ന് വിചാരിച്ചില്ല. കറക്റ്റ് ടൈമിൽ കൊടുക്കുന്നത്. അപ്പം നമ്മളെ റിഷാനും പെൻസിനും എത്തി. അതിൽ ചോറെത്തിയപ്പോൾ ചെക്കന്മാർ പിടിച്ച് അടുക്കളയിൽ കൊണ്ടുവച്ചപ്പോൾ പിന്നെ റിഷാൻ്റെ വക ഒരു കേക്ക് ഉണ്ടായിരുന്നു ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. റിഷാൻ പിന്നെ ഫുഡൊന്നും കഴിക്കാതെ പായസം കുടിച്ച് പോയി. ഇതാണ് കേട്ടോ റിഷാൻ കൊടുക്കുന്ന കേക്കൊക്കെ നല്ല സെറ്റ് കേക്ക് കഴിഞ്ഞിട്ടോ. നല്ല ടേസ്റ്റുള്ള അടിപൊളി നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള എന്താ പറയുക അടിപൊളി കേക്ക്. ഇമ്മച്ചി പിന്നെ രാവിലെ തന്നെ നെയ്ച്ചാണ്ട് പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. അപ്പം നല്ല അടിപൊളി സേമിയ പായസേനയും പിന്നെ ചോറ് പുറത്തുനിന്ന് ഏൽപ്പിച്ചിട്ടുണ്ടോ. ഒരു കുറച്ച് 20-25 ആക്കുള്ള ചോറ് മന്തിയാണ്, നല്ല ചിക്കൻ മന്തി. അപ്പം നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ചോറൊക്കെ നല്ല സെറ്റ് ചോറേനുണ്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങേണ്ടതിലും ടേസ്റ്റിലേനും ചോറ് നമ്മളെ അളിയാക്ക ഉണ്ടാക്കി തന്നാണ്. അപ്പം എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ അളിയാക്കാക്ക് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ റിതുലും ആരോണും നാസിമും മതി. ഇവലൊക്കെ എൻ്റെ ഒപ്പം ആദ്യം സ്കൂളിൽ പഠിച്ചതിന് പിന്നെ കുറച്ച് ഫ്രണ്ട്സിനുമാടെ വിളിച്ചിരുന്നത്. ഓരോരുത്തർ ഇങ്ങനെ വരുന്നുള്ളൂ. പിന്നെ ഞാനും ബെൻസനും ആഷിമയും എല്ലാവരും പാടെ അവിടെ ഇരുന്ന് ബാക്കിയുള്ളവരെ കാത്തുനിന്ന് വിശക്കൽ തുടങ്ങി. ഞങ്ങളെല്ലാവരും പാടെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കേനി. അതിൻ്റെ ശേഷം NSSലുള്ള എൻ്റെ ഒപ്പം പഠിക്കുന്ന കുറച്ച് ചെക്കന്മാരെത്തിന് ഓലെന്തൊക്കെയാണ് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. ഗിഫ്റ്റ് കണ്ടപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ വലിയ തട്ടിപ്പാണ് വിചാരിച്ച്. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ഗിഫ്റ്റ് പിന്നെ ഇത് ഇന്നാപ്പോൾ പൊട്ടിക്കണത് നമ്മളെ സായന്ത് തന്നാട്ടോ. ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നമുക്ക്. കുറച്ച് കട്ടിയിലൊക്കെയാണ്, തുറക്കാൻ കിട്ടണില്ല. വലിയ ഫ്രെയിം ബെൻസിനും അഞ്ചിനും ഇർഷാദും ഒക്കെ പാടെ കൂടി വാങ്ങിയാണ്. സെറ്റ് അയക്കണം എന്തായാലും അടിപൊളി. ഇത് സാധനം തന്നാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. നല്ല അടിപൊളി ഫ്രെയിം. അപ്പോൾ ഒരു ഫ്രെയിമൊക്കെ അന്ന് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ നമുക്ക് ഇരുത്താട്ടോ. പൊട്ടിച്ചതിൻ്റെ ശേഷം ആദ്യം അഫ്നാസും വന്നിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാണ്. അപ്പോൾ ഞങ്ങൾ മേലെ കഴിക്കുന്ന ടൈമിൽ അമ്മനും മിജും സോനൊക്കെ പാടെ വന്നീന്. പോലെ എല്ലാവരും പാടെ വാഗ ഡച്ചിൽ നിന്ന് എനിക്ക് ഉപ്പായൊക്കെ എടുത്ത് വന്നിക്കണേ. അപ്പോൾ അതാണ് ഒരു നേരം വെക്കായിരുന്നു. ഡച്ചിൽ നിന്ന് എനിക്കൊരു ടീഷർട്ടും പിന്നെ ഫിയക്ക് ബ്രൗണിയും കൊടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ചുറ്റോട്ടിൽ ഇരിക്കട്ടെ, മറ്റൊരു ചോറ് ചെയ്യട്ടെ. അമ്മനും സോനും ചെയ്യും എല്ലാവരും പാടെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ റീയിരുന്നത്. അപ്പം നമ്മളെ ഇവരെ ഫുഡ് കഴിക്കലായിട്ട് നമ്മൾ കേക്ക് കുറിക്കാൻ നിൽക്കുകയാണ്. അപ്പം ബ്രൗണിയും പിന്നെ നട്ടി ബബിളും പിന്നെ ബട്ടർ സ്കോച്ച് തോന്നണം മറ്റേക്ക്.
പിന്നെ ഗിഫ്റ്റൊക്കെ അവിടെ ചുറ്റുമ്മ കൊണ്ടുവച്ചാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്തിട്ടോ. കുറച്ചും കൂടി ഫ്രണ്ട്സിനെ വിളിക്കണമെന്നുണ്ടേ. അതിൽ ഉമ്മ ഒരു ലിമിറ്റ് പറഞ്ഞിരിക്കണേ. അതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ച് അടിപൊളിയാക്കി കുറച്ചും കൂടി ഒക്കെ മാറി കുടിക്കുക. പിന്നെ അതൊക്കെയാണ് കേട്ടോ ഗിഫ്റ്റ്. രണ്ട് കൂട്ടം പയം, പിന്നെ ബ്രൗണിൻ്റെ കേക്കും കൊടുത്തതിന്. പിന്നെ അങ്ങനെ കുറച്ച് ഗിഫ്റ്റ് ഉണ്ട്, ഫ്രെയിമും ഇതൊക്കെയാണ്. ഞങ്ങളെല്ലാവരും പാടെ വിചാരിച്ച് ഒരു റീലെടുത്ത് വന്നാലോ. അപ്പം ഞങ്ങൾ പല കാറെടുത്ത് പിന്നെ അഫ്നാസ് ബുള്ളറ്റ് എടുത്തതിന്. അപ്പം ഞങ്ങളെല്ലാവരും പാടെ ഗ്രൗണ്ടിൽ കിട്ടുക നേരെ. അവൻ നിങ്ങളുടെ പിച്ചാത്തിപ്പിടി വന്ന് കയറിയാലും നിങ്ങളുടെ കൈ വിറയ്ക്കും. എന്ത് ചൂടെന്ന അവന്റെ പേര്. They know I'm a big boss, got a big boss in this bitch. They know I'm a big talker, have my big body and they റീലൊക്കെ എടുത്ത് കഴിഞ്ഞ് അപ്പം എല്ലാവരും പോകാൻ തുടങ്ങിട്ടോ. കുറേയൊക്കെ മരു അസരി അമ്മനെയൊക്കെ എപ്പിച്ച് കൊണ്ടേയാക്കാണ്. എപ്പിച്ച് നരമ്പൂർക്ക് എന്തായാലും കൊണ്ടുവരണം. അപ്പം ഇത്ര ഉള്ളൂ എൻ്റെ വ്ളോഗ് കേട്ടോ. ഇന്ന് വ്ളോഗ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോളെ.